ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് മിനി കേക്കാണ്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം എടുക്കുന്നത് തൈരാണ്. ഞാനിവിടെ 1/2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. തൈര് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 2 മുട്ട ചേർത്താലും മതി. നമ്മൾ തൈര് ആഡ് ചെയ്യുമ്പോഴേക്കും അധികം പുളിയില്ലാത്ത എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ 3 സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ നല്ലതുപോലെ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർക്കണം. നമ്മളിവിടെ 1/4 കപ്പ് ചേർത്തുകൊണ്ട് ഒരു മീഡിയം മധുരമൊക്കെ കേൾക്കുന്നുണ്ടാവുള്ളൂ. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് റവയാണ്. റവ കൂടെ ചേർത്ത് നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന റവയിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പൊടിയെല്ലാം അരച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്ററിൻ്റെ തിക്നെസ് വെച്ചിട്ട് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1-2 സ്പൂണ് പാലൊഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മിനി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. മിനി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പ പാത്രം ചൂടായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗം വരെ, കുഴിയുടെ ഒരു 1/4 ഭാഗം വരെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ ഇത് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. മാവ് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റിൽ നമുക്കിത് വെന്ത് കിട്ടുന്നതാണ്. ഒരു 5 മിനിറ്റ് കേക്ക് വേവിച്ചതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം നമുക്കൊരു 1 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതിയാവും. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മിനി ചോക്ലേറ്റ് കേക്ക് റെസിപ്പിയാണിത്. നമുക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുത്തിടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള മാവും ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻസിലോട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.